നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFിന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ഇന്ന് കണ്ണൂർ ജില്ലയിലെത്തും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷമാകും കണ്ണൂരിലേക്ക് കടക്കുക. ഗുഡ് മോർണിംഗ് SK. ഇന്ന് എന്തായാലും കണ്ണൂർ ജില്ലയിലേക്ക് വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ പ്രവേശിക്കുകയാണ്. രാവിലെ കാസർഗോഡ് ജില്ലയിലെ 3 മണ്ഡലത്തിൽ പര്യടനം നടത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഉദുമ മണ്ഡലത്തിലെ കാലിക്കടവിൽ വെച്ച് കണ്ണൂരിലേക്ക് ഈ ജാഥ പ്രവേശിക്കുക. അതിനുശേഷം പയ്യന്നൂരിലായിരിക്കും കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണം ഈ ജാഥയ്ക്ക് നടത്തുക. ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ അവിടെ സംസാരിക്കുകയും ചെയ്യും. മാത്രമല്ല അവിടുത്തെ തിരഞ്ഞെടുത്ത പൗരപ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ പയ്യന്നൂരിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ത് പറയും എന്നുള്ളതാണ്. നേരത്തെ ഈ വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം മറ്റും നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പൊതുപരിപാടിയിൽ ഇതിനുശേഷം പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലത്തിൽ അവിടെ പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവിടെ LDFന്റെ ഒരു വികസന മുന്നേറ്റ ജാഥ എത്തുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ വികസന നേട്ടങ്ങളായിരിക്കും അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ പോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ ആരോപണങ്ങൾക്ക് അദ്ദേഹം എന്തെങ്കിലും മറുപടി നൽകുമോ, അദ്ദേഹം എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് അണികൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പാർട്ടി അനുഭാവികൾക്കിടയിലും വലിയ സംശയമുണ്ടായിരുന്നു. പലരും വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിച്ച് പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പാർട്ടി അണികൾ പങ്കെടുക്കുമോ, അല്ലെങ്കിൽ പാർട്ടി അണികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവർക്കുണ്ടായിരിക്കുന്ന സംശയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ MV ഗോവിന്ദൻ മറുപടി പറയുമോ, അല്ലെങ്കിൽ ആ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മറുപടി പറയുമോ എന്നുള്ളതാണ് ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 5 വരെ കണ്ണൂർ ജില്ലയിലായിരിക്കും ഈ വികസന മുന്നേറ്റ ജാഥ പര്യടനം നടത്തുക. അതിനുശേഷം വയനാടേക്കായിരിക്കും പ്രവേശിക്കുക.